നിങ്ങളുടെ കുട്ടിയുടെ വിരശല്യം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായി മാറുന്നുണ്ടോ? ഞാൻ ഡോക്ടർ ധനുജ ജോസ്. കുട്ടികളുടെ വിരശല്യം അമ്മമാർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ്. വിരശല്യം കാരണം കുട്ടികൾ രാത്രിയിൽ കരയും. ഇതിന് കാരണം വെളുത്ത കൃമി മലദ്വാരത്തിനടുത്ത് രാത്രിയിൽ കുഞ്ഞുങ്ങൾക്ക് ശല്യമുണ്ടാക്കുന്നതാണ്. പിൻവേം എന്നാണ് ഈ കൃമി അറിയപ്പെടുന്നത്. വൻകുടലിലാണ് ഈ കൃമി കാണപ്പെടുന്നത്. ചൊറിയുമ്പോൾ വിരയുടെ മുട്ട നഖത്തിൽ പറ്റുകയും കുഞ്ഞ് നഖം കടിക്കുമ്പോൾ മുട്ട വയറ്റിനുള്ളിൽ എത്തുകയും അത് വിരിഞ്ഞ് ആണും പെണ്ണും വിരകളായി മാറുന്നു. നഖം കടിക്കുന്ന കുട്ടികളിൽ വിരശല്യം വിട്ടുമാറാതെ നിൽക്കും. പെൺവിര മലദ്വാരത്തിന് ചുറ്റും ചെറിയ കുഴികളിൽ മുട്ടയിടുന്നു, ചൊറിച്ചിൽ ഉണ്ടാക്കുന്നു. വിരമരുന്ന് കഴിച്ചാൽ മാത്രം വിര പോകില്ല. അതിനായി ചെയ്യേണ്ട കാര്യങ്ങൾ: കുഞ്ഞുങ്ങളുടെ അടിവസ്ത്രവും മറ്റും നന്നായി ചൂടുവെള്ളത്തിൽ കഴുകി വെയിലത്ത് ഉണക്കിയെടുക്കുക. കുഞ്ഞുങ്ങളുടെ നഖം വെട്ടുക, അഴുക്ക് കളയുക. നഖം കടിക്കുന്ന ശീലം നിർത്തുക. മുതിർന്നവർക്കും ചൊറിച്ചിൽ ഉണ്ടെങ്കിൽ മരുന്ന് കഴിക്കാവുന്നതാണ്. ദിവസവും രാവിലെ കുട്ടികളെ കുളിപ്പിക്കുകയും കുട്ടികളുടെ അടിവസ്ത്രം ഇടവേളകളിൽ മാറ്റുകയും ചെയ്യുക. കിടക്ക, വിരിപ്പ്, പുതപ്പ് എന്നിവ ആഴ്ചയിൽ 2 തവണയെങ്കിലും മാറ്റണം. ടോയ്ലറ്റ് സീറ്റ് ദിവസവും വൃത്തിയായി സൂക്ഷിക്കണം. വിരശല്യം ഗുരുതരമായുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ: റൗണ്ട് വേം ഇൻഫെക്ഷൻ വർദ്ധിക്കുകയാണെങ്കിൽ പിത്താശയത്തിൽ തടസ്സം, കുടൽ വീക്കം, കുടൽ കയറ്റം, പാൻക്രിയാസ് ഗ്രന്ഥി വീക്കം, മഞ്ഞപ്പിത്തം, ശ്വാസകോശത്തിൽ വിരശല്യം മൂലം വലിവ്, അലർജി, വിറ്റാമിൻ തകരാറ്, വളർച്ച തകരാറ്, ശരീരത്തിൽ ഇരുമ്പിന്റെ കുറവ് എന്നിവ ഉണ്ടാകുന്നു. ഹുക്ക് വേം ഇൻഫെക്ഷൻ മൂലം കുട്ടികളിൽ വിളർച്ച, അയൺ കുറവ് സാധാരണയായി കാണപ്പെടുന്നു. അതുപോലെ ഹോമിയോ മരുന്ന് ഇതിന് വളരെ ഫലപ്രദമാണ്.